ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐക്കലോട്ടെ. ഇപ്പോൾ ഞാനുള്ളത് തൃശ്ശൂർ നെഹ്റു പാർക്കിലാണ്. 1959 സെപ്റ്റംബർ 25 നിർമ്മിക്കപ്പെട്ട ഒരു പാർക്കാണിത്. തൃശ്ശൂർ കോർപ്പറേഷന്റെ കീഴിലാണ് ഈ പാർക്ക് ഉള്ളത്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുയുടെ പേരാണ് ഈ പാർക്കിന് ഇട്ടിരിക്കുന്നത്. ഈ പാർക്ക് തേക്കിൻകാട് മൈതാനത്തിന്റെ വടക്കേ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാർക്കിനുള്ള റൈഡ്സും ഇതിനുള്ളിലുള്ള പ്രവേശനവും എല്ലാം ഫ്രീ ആണ്. ഇപ്പോൾ ഞാനൊരു ഗ്ലോബ് പോലത്തെ ഒരു റൈഡിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള യെല്ലോ, ഇപ്പോൾ സൈഡിൽ കാണുന്നൊക്കെ വൈറ്റ് കളറുള്ള ഭാഗങ്ങളല്ലേ, അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് യെല്ലോ കളറിൽ ഒരു ഷെയ്ഡ് കൊടുത്ത സാധനം ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ഇരിക്കാനാണ് പോകുന്നത്. അതിന് മുമ്പ് കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ ഒരു ഗ്ലോബ് ഉണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെയുള്ള മരത്തിനൊക്കെ ടച്ച് ചെയ്യും. അതുകൊണ്ട് ഞാൻ സൈഡത്തെ ഭാഗങ്ങളിൽ നിന്ന് മേലേക്ക് കയറാണ്. ഇന്നേ വരെ ഞാനിതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറിയിട്ടില്ല. ഇന്ന് ഞാനത് കയറാൻ പോകുകയാണ്. മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പോൾ വേറൊരു ചേട്ടനോട് ഇവിടെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഈ റൈഡിൽ. അപ്പോൾ ഞാനിതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറുകയാണ്. അങ്ങനെ അവസാനം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഇറങ്ങണം. പക്ഷെ ഇറങ്ങാൻ നേരത്ത് ഫസ്റ്റ് ഞാൻ ഇറങ്ങാൻ ഉദ്ദേശിച്ച സ്റ്റെപ്പിൽ വേറൊരു ചേട്ടൻ വന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇറങ്ങുന്നത്. ആ ചേട്ടൻ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇറങ്ങിയിട്ട് എനിക്ക് സ്റ്റെപ്പ് വിട്ടു തരികയാണ്. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം. അങ്ങനെ ഞാൻ ഒരു പകുതി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ഹാഫും കൂടി ഇറങ്ങിയാൽ ഞാൻ താഴെ സ്റ്റെപ്പിൻ്റെ ഭാഗത്തേക്ക് എത്തും. അങ്ങനെ അവസാനം ഞാൻ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റൈഡിൻ്റെ മുകളിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. കുറച്ച് നേരം എടുത്തു, അതുകൊണ്ട് അത് വീഡിയോയിൽ കാണിക്കാണ്ടിരുന്നത്. അങ്ങനെ അവസാനം ഞാൻ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ ഉഴുക്കൽ കാണാം. ഈ ഉഴുക്കൽ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉഴുക്കലും ഉണ്ട്, പിന്നെ സിമെൻറ്റിൻ്റെ ഉഴുക്കലും ഉണ്ട്. കൂട്ടത്തോടുള്ളതിലാണ് മെയിനായിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ ഉഴുക്കൽ വരുന്നത്. അല്ലാണ്ടും ഉണ്ട്, പക്ഷെ ഇവിടെ ഉള്ളത് ഇപ്പോൾ സിമെൻറ്റിൻ്റെ ആണ്. പിന്നെ ഇവിടെ റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്. നമ്മുടെ പോലീസുകാരുടെ ഒക്കെ ട്രെയിനിങ്ങിൽ വരുന്ന ഒരു പാർട്ടായിട്ട് വരും. ഇപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ഒരു സൈഡിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തെ വശത്തിൽ കൂടെ ഇറങ്ങണം. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് വലിയൊരു ഫിഷിൻ്റെ ശില്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉള്ളിൽ കൂടെ കയറാനും ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗുഹ പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ അതിൽ കയറുന്നില്ല, അതുകൊണ്ടാണ് അതിപ്പോൾ പറയുന്നത്. ഞാൻ എൻ്റെ ഓപ്പോസിറ്റ്, ഈ റോപ്പ് ക്ലൈമ്പിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരാനുള്ള ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റോപ്പ് ക്ലൈമ്പിങ് അങ്ങനത്തെ കയറിലൊക്കെ വരുന്നത് ഒരു സ്ഥലമായിട്ടല്ല, ഒരു കൂട്ടായിട്ടാണ് വരുന്നത്. ഇവിടെ മങ്കി ക്ലൈമ്പിങ് ഉണ്ട്, പക്ഷെ എനിക്ക് അറിയാത്തത് ഞാൻ നിലത്ത് വീണുപോയി. പിന്നെ ഇവിടെ രണ്ട് ഫ്ലോർ പോലെ ഇങ്ങനെ ഒരു മേലെ നിന്ന് ഇച്ചിരി സ്ലോപ്പായിട്ട് താഴേക്ക് വന്ന് ഈ താഴെയുള്ള ഭാഗത്താണ് കൂടുതലും റൈഡ്സ്. മേലെയുണ്ട്. അപ്പം മേലെയാണ് കൂടുതൽ ഗാർഡൻ പോലത്തെ സ്ഥലങ്ങളും കൂടുതൽ ചെടികളൊക്കെ നട്ടുവെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കുറേ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. മേലത്തുനിന്ന് ഒരു മരം താഴേക്ക് ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് മേലേക്ക് തന്നെ വന്നിട്ട് വളർന്നിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് താഴേക്ക് വന്നുകൊണ്ട് തന്നെ ഇത് റൈഡൊന്നും അല്ല, എന്നാലും കുറേ കുട്ടികൾ ഇവിടെ റൈഡായിട്ട് ഇത് കയറുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് കയറി നോക്കിയതാണ്. സത്യത്തിൽ ഞാനിത് ഒരു സൈഡിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കയറാനും ഇറങ്ങാനും മാത്രമല്ല, ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാനും പറ്റും. പിന്നെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ മരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി തന്നെ അവിടെ കുറേ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നടക്കുന്ന ആൾക്കാർക്ക്, മേലക്കോടെയാണ് മെയിനായിട്ട് ആൾക്കാർ നടക്കാറ്. ഇപ്പം നടക്കുന്ന ആൾക്കാർക്ക് ക്ഷീണിച്ചിരിക്കാൻ കുറേ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ കൂട്ടത്തോടുള്ള റൈഡ് ഉണ്ടെന്ന്, അതിലത്തെ ഞാൻ കയറിയിരിക്കുകയാണ്. അതിലത്തെ ഏറ്റവും ഫേവറേറ്റ് ആണ് മേലെ നിന്ന് എടുത്ത് ചാടുന്ന ഒരു റൈഡ്. അപ്പം ഞാനതിൽ കയറിയിട്ട് മേലെ നിന്ന് ചാടിയിട്ടുണ്ട്. പിന്നെ കുറേ പാർക്കിൽ ഇല്ലാത്തൊരു സംഭവം ഇവിടെ ഉണ്ട്. അത് വന്നിട്ട് ട്രാംപോലിൻ ബ്രിഡ്ജാണ്. അതിൽ ട്രാംപോലിൻ അല്ല, പക്ഷെ ബ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെ ട്രാംപോലിൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ കുറേ കുട്ടികൾക്ക് ഇത് പേടിയായതുകൊണ്ട് അധികം ആൾക്കാർ ഇത് കളിക്കാറില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ചങ്ങല പോലത്തെ ഒരു സാധനത്തിൽ മേലേക്ക് കയറാനും ഇറങ്ങാനും പറ്റും. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും മേലേക്ക് കയറാനാണ് യൂസ് ചെയ്യാറ്, പക്ഷെ ഞാൻ രണ്ടിനും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ചുറ്റി കയറാനുള്ള റൈഡ് ഉണ്ട്, പക്ഷെ ഞാനത്
ഡയറക്റ്റ്ലി സ്റ്റെപ്പ് പോലെ മേലേക്ക് കാലെടുത്ത് വെച്ചിട്ടാണ് കയറാറ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് റൈഡ് ഉണ്ട്. പിന്നെ ഇതോ അവിടെ വാഷ്റൂം ഉണ്ട്. പിന്നെ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് മേലത്തെ ഫ്ലോറിലേക്കാണ്. മേലത്തെ ഫ്ലോറിൽ പോകുമ്പോൾ പണ്ട് കുറെ ആൾക്കാർ ഇവിടെ ആയിരുന്നു ഇരിക്കണ്ടായിരുന്നത്, അതായത് ഈ ആനയുടെ ശില്പത്തിന്റെ അടുത്ത്. ഇത് സത്യത്തിൽ ആ തുമ്പിക്കൈ പോലെ ഇരിക്കുന്നത് ഒരു ഫൗണ്ടെയിൻ ആണ്. പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് തന്നെ പണ്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു നെറ്റൊക്കെ കിട്ടിയിട്ടുള്ള ഭാഗത്ത് കുറെ സൈക്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പേരെഴുതി കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ സൈക്കിളൊക്കെ വെച്ചിട്ട് ഓടിച്ച് കളിക്കാം. പിന്നെ ആ സൈക്കിളൊക്കെ വെച്ചിരുന്ന ഷെഡാണ് ഈ കാണുന്നത്. അതിന്റെ സൈഡിലായിട്ട് തന്നെ കൈ കഴുകാനുള്ള ടാപ്പും ഉണ്ട്. ഈ സൈക്കിൾ ഓടിച്ച് വരുന്ന വഴിയിലൊക്കെ പെടുന്ന ഭാഗങ്ങളാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നതൊക്കെ. അതിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു കുളവും വരുന്നുണ്ട്. ഈ കുളത്തിൽ മീനുണ്ട്. പോരാത്തിന് തന്നെ അതിന്റെ നടുക്കായിട്ട് ഒരു ദീപം പോലത്തെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടതിന്റെ റൈഡ് അപ്പുറത്തെ സൈഡായിരുന്നു. അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ കുറെ റൈഡ് ഉണ്ട്. എന്നാൽ രാത്രി ആകുമ്പോൾ ഇവിടെ അധികം ഇരുട്ട് വരുന്നുണ്ട്, ആൾക്കാർ അധികം ഇല്ല. അവിടെയുണ്ട്. അതിന്റെ സൈഡിലായിട്ട് തന്നെ കുറെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പാർക്കിൽ കുറെ വലിയ വലിയ ആൾക്കാരുടെയും പിന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ആയിട്ട് കുറെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ പാർക്കിലത്തെ ലൈറ്റാണ് ഇപ്പൊ കാണുന്നത്. അതിന്റെ സൈഡിലായിട്ടും ഒരു ശില്പമുണ്ട്. ആ ശില്പത്തിന് ചുറ്റിനും കുറേ പുല്ലും ഗ്രാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ചില ശില്പങ്ങള് മഹാത്മാരായിട്ടുള്ള വ്യക്തികളുടെ ഒക്കെ ശില്പങ്ങളുടെ ചുറ്റിനും മെയിനായിട്ടും കുളങ്ങളൊക്കെയാണ് വെക്കുന്നത്. ഇതാണ് നേരത്തെ ഒരു വലിയ മങ്കി ക്ലൈമ്പിംഗ് കാണിച്ചില്ല, അതിന്റെ ചെറുതാണ് ഇത്. നേരത്തെ കാണിച്ച ആ ഒരു എലിഫന്റ് ഫൗണ്ടെയിന്റെ താഴെയായിട്ട് അതിന്റെ വയർ കണക്ഷൻ, പിന്നെ അതിന്റെ ട്യൂബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് വാട്ടർ സ്പ്രേയർ ഉണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഗാർഡൻ പോലത്തെ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ നനയ്ക്കാൻ എപ്പോഴും ഇങ്ങനെ ആൾക്കാർക്ക് നടന്ന് നനയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പ്രേയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴേക്കും സ്പ്രേ ചെയ്യും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശില്പങ്ങളുടെ ചുറ്റിന് കുളങ്ങളുള്ള ടൈപ്പ്. ഇതുപോലെ ഇവിടെ മാത്രമല്ല കുറേ സ്ഥലത്ത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ശില്പമാണ്. ഇതിന്റെ ചുറ്റിനും ഒരു വലിയ ബേസ് കെട്ടിയിട്ടുണ്ട്. ഇതിനുള്ളിൽ കുളം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊക്കെ വെറ്റിപ്പോയി. അന്ന് ഇവിടെ ഇതിനുള്ളിൽ മീനൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല കുറേ ഗാർഡൻ പോലത്തെ സ്ഥലം ഉണ്ടെന്ന്. അതിലൊന്നാണ് ഇത്. ഇവിടെയാണ് മെയിനായിട്ടും ആൾക്കാർ ഇതിന്റെ പുറത്തേക്കൂടെ ആൾക്കാർ നടക്കും. ഇതിന് ഉള്ളിലേക്ക് എൻട്രി ചെയ്തിട്ട് അവിടെ ഇരിക്കും. അവിടുത്തെ റൈഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കയറും. അങ്ങനെയാണ് ആൾക്കാർ ഈ ഒരു ടോപ്പ് സൈഡ് എൻജോയ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന്റെ സൈഡിലായിട്ട് വരുന്ന ഒരു മരത്തിൽ ഞാൻ കയറിയിരിക്കുകയാണ്. ഈ മരം നേരത്തെ കാണിച്ച ഒരു മരം ഉണ്ടല്ലോ റൈഡ് പോലെ ആക്കിയത്, ആ ഒരു റൈഡ് പോലെ ആക്കിയ പോലത്തെ ഒരു മരമാണ് മേലെ ഉള്ളത്. ഈ ഒരു മരം ഞാൻ ഇന്നേ വരെ കണ്ടിട്ട് പോലും ഇല്ല, കാരണം ഞാൻ അധികം മേലേക്ക് വരാറില്ല, കാരണം റൈഡ്സ് ഒക്കെ താഴെയാണ്. ഇന്ന് ഞാൻ വന്നപ്പോൾ ഈ മരത്തിന്റെ മുകളിൽ കുറെ കുട്ടികൾ കയറുന്ന കണ്ടപ്പോൾ ഞാനും കയറിയെന്നേ ഉള്ളൂ. ഇതാണ് അതിന്റെ നടുക്ക്. ഇതിന്റെ സൈഡിലായിട്ട് സ്റ്റെപ്പ്. അങ്ങോട്ട് പോവാണെങ്കിൽ കുറെ ലൈറ്റും അങ്ങനെ നേരത്തെ കാണിച്ച മരത്തിന്റെ സൈഡ് വഴിയുള്ള ഭാഗമൊക്കെ വരും. പിന്നെ ഇവിടെ ചിൽഡ്രൻസ് ലൈബ്രറി ഉണ്ട്. ഇത് പവലിയൻ എന്നാണ് എൻ്റെ മേലെ എഴുതി വെച്ചിരിക്കുന്നത്. ചിൽഡ്രൻസ് ലൈബ്രറിയും കൂടിയാണ്. പിന്നെ ഞാൻ വന്നത് ശിവരാത്രിയുടെ അന്നായതുകൊണ്ട് തന്നെ ഇവിടെ ശിവന്റെ ഒരു ശില്പമുണ്ട്. ശിവൻ ഉറങ്ങുന്ന പോലെയാണ് ആ ശില്പത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ശില്പത്തിന്റെ മുകളിലൊക്കെ കുറേ മാലകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ചിൽഡ്രൻസ് ലൈബ്രറിയുടെ ഇതൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് പുറത്തേക്കുള്ള എക്സിറ്റ്. ഞാൻ ആ ഒരു എക്സിറ്റ് കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് അവിടെയുള്ള വേ ഔട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.